വെൽക്കം ബാക്ക് ടു വരാന്ത റേസ് യൂട്യൂബ് ചാനൽ. ടാർഗറ്റ് സീസൺ 2024 പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് നമുക്കിനി വരുന്ന CGL എക്സാം, അപ്പോൾ CGL എക്സാമിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതുവരെ ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. റേസിൻ്റെ നമ്മുടെ വരാന്ത റേസിൻ്റെ തന്നെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് എക്സാംസ് 9-ാം തീയതി തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ 4 പേപ്പറുകളിൽ ടയർ 1-ലെ 4 പേപ്പറുകളിലെ റീസണിംഗ് എന്ന് പറയുന്ന പേപ്പറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു സീരീസാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ബുദ്ധിമുട്ടായിട്ട് വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് വളരെ കുറച്ച് അറ്റംപ്റ്റ് റേറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തിട്ട് പോകുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഇന്ന് ഡേ 22 ആണ്. ഓൾറെഡി 21 ദിവസത്തെ ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഇന്നത്തെ 10 സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തരുന്നുണ്ട്, എല്ലാവരും ചെയ്ത് നോക്കുക, ആൻസർ പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ എന്തായിരിക്കും വരുന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. പസിൽ പോലെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. 3, 1, 8, 2, 6, 2, 4, 7, 5. ചിലപ്പോൾ അത് റോ വൈസ് ആയിരിക്കും അവിടെ ഒരു ജനറൽ ആയിട്ടൊരു പാറ്റേൺ വരുന്നത്, അല്ലെങ്കിൽ ഡയഗണലി ആവാം, അല്ലെങ്കിൽ കോളം വൈസ് ആയിരിക്കും. എങ്ങനെയാണെങ്കിലും ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ പലതരത്തിലുള്ള പാറ്റേണുകളും ട്രിക്കുകളും നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ സ്ക്വയർ ചെയ്യണോ, ആഡ് ചെയ്യണോ, മൾട്ടിപ്ലൈ ചെയ്യണോ, അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ നോക്കാം, ഇവിടെ നോക്കിക്കേ, 3, 1, 8 അല്ലേ. അപ്പോൾ ഞാൻ ദേ ഈ 2 സെക്കൻഡും തേർഡും കോളത്തിനും തമ്മിൽ ഞാൻ പ്ലസ് ചെയ്യാണ്, കൂട്ടുകയാണെന്ന് വിചാരിച്ചോ. ദേ ഈ 8-നെയും 1-നെയും കൂടി കൂട്ടുമ്പോൾ എനിക്ക് എത്രയെന്ന് ആൻസർ കിട്ടുക? 8 + 1 ചെയ്യുമ്പോൾ എനിക്ക് 9 എന്ന് കിട്ടും. 9 എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തിൽ എടുക്കുന്ന 3-മായിട്ട് കറക്റ്റായിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റും അല്ലേ. അപ്പോൾ 9 which is divisible by 3 എന്ന് എനിക്ക് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, ശരിയല്ലേ? divisible by 3. അതേപോലെ അടുത്ത സെറ്റിലേക്ക് ഞാൻ വരുമ്പോൾ 6ഉം 2ഉം 6-നെയും 2-നെയും ഞാൻ കൂട്ടുന്ന സമയത്ത് എനിക്ക് 8 എന്ന് കിട്ടും. 8 6 + 2 8 ആണ്. 8 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? divisible by ഫസ്റ്റ് കോളത്തിൽ കിടക്കുന്ന 2 അല്ലേ, divisible by 2. അടുത്ത സെറ്റിലേക്ക് വരാം നമുക്ക്. 7ഉം 5ഉം 7 + 5 12. 12 is divisible by 4 അല്ലേ, 3 × 4 ആണ് 12 എന്ന് പറയുന്നത്. അപ്പോൾ 7 + 5 12 ആണ്, divisible by 4 അല്ലേ. അപ്പോൾ ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത്, ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് അത് തന്നെയാണ്. സെക്കൻഡും തേർഡിലും കോളത്തിൽ കിടക്കുന്ന നമ്പേഴ്സിനെ തമ്മിൽ ഞാൻ കൂട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന നമ്പർ ഫസ്റ്റ് കോളത്തിൽ അവർ തന്നിരിക്കുന്ന നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നടുക്ക് കിടക്കുന്ന നമ്പർ ഏതായിരിക്കണം, ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ വരുന്ന ഏതാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, 54 ഇവിടെ കിടക്കുന്നുണ്ട്. 54ഉം ആ ക്വസ്റ്റ്യൻ മാർക്കിൽ വരാൻ ചാൻസ് ഉള്ള നമ്പറും തമ്മിൽ ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ആൻസർ എന്തിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 6ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതാണ് എനിക്ക് അറിയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒത്തിരി പോസിബിലിറ്റി ഉണ്ട് അല്ലേ. 54 കറക്റ്റ് 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 54 + 6 60 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. എങ്ങനെ ഒരു 12 കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം 6ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഒത്തിരി പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസിൽ നിന്നും പോകാൻ പോവുക, ഓപ്ഷൻസിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുക. അത് 54 ഓൾറെഡി മൾട്ടിപ്പിൾ ആണല്ലോ 6ൻ്റെ, 9 × 6 54. അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 60 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 58 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 68 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അതും അല്ല അല്ലെ. 66 ആണ്. 62 മൾട്ടിപ്പിൾ ആണോ? അതും അല്ല. അപ്പോൾ എനിക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് എനിക്ക് ആൻസർ കിട്ടുന്നുണ്ട് ഓപ്ഷൻ എ ആണെന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ 54ഉം 60ഉം കൂട്ടുമ്പോൾ എനിക്ക് എത്രയാണെന്ന് കിട്ടും ആൻസർ? സപ്പോസ് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ 60 ആണ് വരുന്നതെന്ന് വിചാരിക്കുക, 60. അപ്പോൾ സെക്കൻഡ് കോളത്തിലുള്ള നമ്പറും തേർഡ് കോളത്തിലുള്ള നമ്പറും എനിക്ക് കൂട്ടണമല്ലോ, കൂട്ടണം അല്ലേ. അപ്പോൾ 60 + 54 ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണെന്ന് വരും? 114 ഇത് ആൻസർ കിട്ടും. 114 6ഉമായിട്ട് ഡിവൈഡ് ചെയ്ത് പോവോ? ഉറപ്പായിട്ടും പോകും അല്ലേ. 60ഉം പോവും 54ഉം പോവും. അപ്പോൾ അതിൻ്റെ സമ്മായിട്ടുള്ള 114 എന്തുകൊണ്ട് പോവില്ല? 114 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടും? 19 എന്ന് എനിക്ക് ആൻസർ കിട്ടും. 19 × 6 ആണ് 114. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൺഫേം ആയി എൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ എന്തായിരിക്കും വരുന്നുണ്ടാവുക? 60 ആയിരിക്കും വരുന്നുണ്ടാവുക. കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒത്തിരി പോസിബിലിറ്റീസ് അവിടെ ഉള്ളതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഓപ്ഷൻസിൽ നിന്നും ആൻസർ ഒന്നുകിൽ എലിമിനേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ സെക്കൻഡ് തേർഡ് ഈ 2 നമ്പേഴ്സിനെ നമ്മൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ ആദ്യത്തെ കോളത്തിൽ കിടക്കുന്ന നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ അതൊരു ഫാക്ടർ ആണ്. അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തേക്കുന്നത് അല്ലേ. എളുപ്പമുള്ളതാ, പക്ഷെ എന്താ പെട്ടെന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള പോസിബിലിറ്റീസ് ആലോചിച്ച് പോകും. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാനും തെറ്റിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഒരു മോഡൽ ഇങ്ങനത്തെ നിങ്ങൾ എഴുതിയെടുക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവില്ല. പെർസെൻറ്റേജ് കണ്ടിട്ട് നിങ്ങൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യരുത്. ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന സിമ്പിൾ ഉണ്ടല്ലോ, പെർസെൻറ്റേജ് എവിടേക്ക് ഉണ്ട്? ഇവിടെ ഉണ്ടൊരു പെർസെൻറ്റേജ്, ഇവിടെ ഉണ്ടൊരു പെർസെൻറ്റേജ്. അതേപോലെ ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു സിമ്പിൾ ഇല്ലേ, 2 സിമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ പെർസെൻറ്റേജ് അല്ല ഉദ്ദേശിക്കുന്നത് ഈ സിമ്പിൾ. അപ്പോൾ പെർസെൻറ്റേജും സിമ്പിളും ഏതോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനുകളാണ്. അതായത് നമ്മൾ പറയാറില്ലേ സാധാരണ ആഷ് വാല്യൂവിന് നമ്മൾ പ്ലസ് എന്ന് പറയുന്നത് കൊടുക്കുന്നു, സ്റ്റാറിന് നമ്മൾ മൈനസ്, സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് റീസണിങ്ങിൽ ക്വസ്റ്റ്യൻ വരാറില്ലേ? അതേപോലെ പെർസെൻറ്റേജും ആ മുകളിൽ അങ്ങനെ ഇട്ടേക്കുന്ന വി അങ്ങനെ തിരിച്ചിട്ടേക്കുന്ന പോലത്തെ ആ ഒരു രണ്ട് സിമ്പിളും ഉദ്ദേശിക്കുന്നത് പ്ലസോ മൈനസോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആണ്. അത് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ തന്നിരിക്കുന്ന ഫോർമുല ഡീകോഡ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവും? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് നോക്കുക. അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ രണ്ട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് അല്ലേ? 6 സ്ക്വയർ പെർസെൻറ്റേജ്. 6 സ്ക്വയർ പെർസെൻറ്റേജ് നിങ്ങൾ 36/100 എന്ന് എടുക്കരുത്. അതെന്താ ഉദ്ദേശിക്കുന്നത്? പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ശരിക്കുള്ള പെർസെൻറ്റേജ് അല്ല, അതൊരു സിമ്പിളാണ്. അപ്പോൾ ആ സിമ്പിൾ അവിടെ പ്ലസ് ആണോ മൈനസ് ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നോക്കുകയാണെങ്കിൽ 6 സ്ക്വയർ 36 അല്ലേ? ആദ്യത്തെ സംഭവമാണ് ഞാൻ എഴുതണതേ. അപ്പോൾ 6 സ്ക്വയർ 36, പെർസെൻറ്റേജ് 2ന്റെ സ്ക്വയർ 4, പിന്നെ ആ ഒരു സിമ്പിള് ശേഷം 3ന്റെ സ്ക്വയർ 9. ഇത് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് എത്ര ആൻസർ കിട്ടണം? 41 എന്ന് പറയുന്ന ആൻസർ കിട്ടണം. അപ്പോൾ ഈ ലെഫ്റ്റിൽ കിടക്കുന്ന 36 ഉണ്ട്, 4 ഉണ്ട്, 9 ഉണ്ട്. ഇതിന് ഞാൻ എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റൈറ്റിൽ കിടക്കുന്ന 41 കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ടാസ്ക്. അത് കണ്ടുപിടിക്കലാണ് ടാസ്ക്. അപ്പോൾ ഈ പെർസെൻറ്റേജിന് സപ്പോസ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഫസ്റ്റ് പ്ലസും മൈനസും തന്നെ ഇരിക്കട്ടെ. കാരണം എന്താ, അടുത്ത് കിടക്കുന്ന ഒരു നമ്പറാണ് 41 എന്ന് പറയുന്നത്. വലിയൊരു നമ്പർ ആയിരുന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷനിലേക്കൊക്കെ നമുക്ക് ആലോചിച്ച് പോകാമായിരുന്നു. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് കിടക്കുന്നുണ്ട്. പെർസെൻറ്റേജിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലസോ മൈനസോ ഒക്കെ ഇട്ട് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പെർസെൻറ്റേജിന് ഞാനിപ്പോൾ മൈനസ് ഇട്ട് കൊടുത്തിട്ട് മറ്റേതിന് പ്ലസ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നേരെ തിരിച്ചും ചെയ്ത് നോക്കുക. പെർസെൻറ്റേജിന് പ്ലസ് ഇട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ സിമ്പിളിന് മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ. അപ്പോൾ എങ്ങനെ വരും? നമ്മുടെ ഈ ഇതേ ഇക്വേഷൻ എങ്ങനെ വരും? 36 പെർസെൻറ്റേജിന് അവിടെ എന്തിടണം? -4. ഈ സിമ്പിളിന് അവിടെ എന്തിടണം? +9. ചെയ്ത് നോക്കിക്കേ. നമ്മുടെ ബോർഡ് മാസ് റൂൾ പ്രകാരം അങ്ങനെ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓർഡറിൽ മാത്രം ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ എത്രയാണെന്ന് ആൻസർ വരും? 32 + 9 41 എനിക്ക് ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ പെർസെൻറ്റേജിന് മൈനസ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനും ഈ കിടക്കുന്ന സിമ്പിളിന് ഞാൻ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്തപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ എനിക്ക് ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഒറ്റയടിക്ക് കണ്ടുപിടിച്ചതല്ല, അത് ട്രയൽ ആൻഡ് എറർ ആണ് അല്ലേ? ഞാൻ ആദ്യം വേണമെങ്കിൽ എനിക്ക് പെർസെൻറ്റേജിന് പ്ലസ് ഇട്ട് കൊടുത്തിട്ട് മറ്റേതിന് മൈനസോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ആവില്ലായിരുന്നു. അപ്പോൾ അത് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ രണ്ട് സിമ്പിളുകളും എനിക്ക് കിട്ടിയ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മൈനസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ മുകളിലേക്ക് ഇട്ടിട്ടിരിക്കുന്ന വി തിരിച്ചിട്ടിരിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അത് അഡിഷൻ ാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. അത് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം. 7ന്റെ സ്ക്വയർ 49 - 25 + 4 ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 28 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുള്ളത്. സിമ്പിളുകൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് വന്നോളുക. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ? 5 സ്ക്വയർ പെർസെൻറ്റേജ് 3 സ്ക്വയർ മുകളിലേക്കുള്ള ആ ഒരു സിമ്പിൾ ഇൻറ്റു അല്ല 1 സ്ക്വയർ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതുന്നുണ്ട് 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ? 25 പെർസെൻറ്റേജ് അല്ലേ? 5 സ്ക്വയർ പെർസെൻറ്റേജ് ആണല്ലോ. 25 പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്തെന്നാ പറഞ്ഞ സിമ്പിൾ മൈനസ് ആണ്, സബ്ട്രാക്ട് ചെയ്യണം എനിക്ക്. അപ്പോൾ -3ന്റെ സ്ക്വയർ 9 മുകളിലേക്ക് കിടക്കുന്ന ആ സംഭവം എന്താ? അത് അഡിഷനെയാണ് സൂചിപ്പിക്കുന്നത്. 1ന്റെ സ്ക്വയർ 1 തന്നെ അല്ലേ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാന്ന് വരും നോക്കിക്കേ. 25 - 8 എത്രയാന്ന് വന്നു? 17 എന്ന് എനിക്ക് ആൻസർ കിട്ടി. എളുപ്പമല്ലേ? 17 ഓപ്ഷൻ എ 17 ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ തന്നിരിക്കുന്ന പ്ലസും ഈ സിമ്പിളുകൾ വെച്ചിട്ട് അത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു സംഭവമായിരുന്നു. ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും ഈ പറയുന്ന പോലെ പെർസെൻറ്റേജിലും അതുപോലെ ഇങ്ങനെ പലതും നമുക്ക് തരാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ആഷ് തരാം, ഈ പറയുന്ന പോലെ അറ്റ് തരാം, അല്ലെങ്കിൽ സ്റ്റാർ തരും. അങ്ങനെ പല സിമ്പിളുകൾ തന്നിട്ട് അവർ എന്ത് ചെയ്യും? ചിലപ്പോൾ ഡോളറിൻ്റെ സിമ്പിൾസ് ഒക്കെ തരും. എന്നിട്ട് അത് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതും ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 17 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മൈനസും വി തിരിച്ചിട്ട് സിമ്പിൾ ഏതായിരുന്നു? അത് അഡിഷനെയായിരുന്നു സൂചിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന 48 60 എന്ന് പറയുന്ന ആ ഒരു പെയർ രണ്ട് നമ്പറുകൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അത് ഏതാണെന്ന് മനസ്സിലാക്കി അതേ റൂൾ ഫോളോ ചെയ്ത് വരുന്ന ഈ 4 ഓപ്ഷനിലെ ഏത് ഓപ്ഷൻ ആയിരിക്കും അതേപോലെ അതേ റൂൾ ഫോളോ ചെയ്യുന്നതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ചെയ്തു തുടങ്ങാം. നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, അതിനുശേഷം ചെയ്തേക്കാം. അപ്പോൾ 48ഉം 60ഉം 12ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 12 × 4 12 × 5. അപ്പോൾ 48 ഫസ്റ്റത്തെ നമ്പറിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു. 48 അല്ലേ? 48ലെ ഡിജിറ്റുകളുടെ തുക എത്രയാ? 4ഉം 8ഉം ആണല്ലോ ഡിജിറ്റുകൾ. 4 + 8 12 ആയിരിക്കും ഡിജിറ്റുകളുടെ സം എന്ന് പറയുന്നത്. 12 ആണ്. ഇതേ 48നോട് കൂടെ ആ
ഡിജിറ്റുകളുടെ സമ്മ് ഞാൻ കൂട്ടിയിട്ട് എനിക്ക് കിട്ടിയല്ലോ 12 ആണെന്ന്. അത് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്രയാണ് ആൻസർ കിട്ടും? 60 എന്ന് പറയുന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? 12. കാരണം ഇവിടെ ഉള്ളതിൽ ബാക്കി ഇപ്പോൾ 12 × 4 12 × 5 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ അതേ റൂൾ ഫോളോ ചെയ്ത് വരുന്ന വേറെ പേർ നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് 48ന്റെ ഡിജിറ്റുകളുടെ തുക ഞാൻ എടുത്തപ്പോൾ എനിക്ക് ആൻസർ 12 എന്ന് കിട്ടി. അപ്പോൾ ആ 48നോട് കൂടെ തന്നെ ആ ഡിജിറ്റുകളുടെ തുക ഞാൻ കൂട്ടുമ്പോൾ എനിക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്തേ? ഫസ്റ്റ് നമ്പർ എടുത്തു. ഫസ്റ്റ് നമ്പറിനോട് കൂടെ ഞാൻ എന്താ കൂട്ടിയത്? ഫസ്റ്റ് നമ്പറിന്റെ ഡിജിറ്റുകളുടെ സം ഓഫ് digits of first number which is equal to second number. രണ്ടാമത്തെ നമ്പർ ഇപ്പം എനിക്ക് കിട്ടി അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേ റൂൾ ഫോളോ ചെയ്ത് വരുന്ന വേറെ ഏത് പേരായിരിക്കും ഇവിടെ കിടക്കുന്നുണ്ടാവുക നോക്കിക്കേ. 64 72 അതുപോലെ വരുന്നുണ്ട് നോക്കിക്കേ. 6 4 10 ആണ്. 64 + 10 74 വരണം. തെറ്റാണ്. 9 8 17 ആണ്. 98 + 17 വരുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് തന്നെ 5 വരുന്നത് അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യില്ല? ഒരിക്കലും ഫോളോ ചെയ്ത് വരില്ല. അടുത്ത് നോക്കിക്കേ 78 8 7 15 ആണ്. 8 5 13 3 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ്. ഇവിടെയും തെറ്റുത്തരമാണ്. ഇവിടെ നോക്കിക്കേ 86ന്റെ ഡിജിറ്റുകളുടെ സം എത്രയാ? 8 6 14 ആണ് അല്ലേ? അപ്പോൾ 86 + 14 എത്രയാണെന്ന് വന്നു? 100 എന്ന് എനിക്ക് കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞ അതേ റൂൾ എനിക്ക് ഇവിടെ കിട്ടിയില്ലേ? ആദ്യത്തെ നമ്പറിനെ ഞാൻ എടുത്തു, അതിൻ്റെ ഡിജിറ്റുകളുടെ സം ഞാൻ കണ്ടുപിടിച്ചു, പരസ്പരം കൂട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് കിട്ടി? സെക്കൻഡ് നമ്പറായ 100 കിട്ടി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതേ ലോജിക്ക് ഫോളോ ചെയ്ത് വരുന്ന ഓപ്ഷൻ ഏതായിരിക്കും? നമ്മുടെ ഓപ്ഷൻ ഡി ആയിരിക്കും. 86 100. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ റൂൾ എഴുതിയെടുക്കുക. 2 3 എക്സാമ്പിൾസ് നിങ്ങൾ കിട്ടിയ 2 എക്സാമ്പിൾസ് ഉണ്ടല്ലോ അതിവിടെ എഴുതി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ആദ്യത്തെ നമ്പർ സീരീസ് ആണ് 5 15 45 113. ആ ഫസ്റ്റ് നമ്പർ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് നമ്പർ സീരീസിലെ ഫസ്റ്റ് നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 5 15. അപ്പോൾ എനിക്കത് അറിയില്ല. ഞാൻ ബാക്കിയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് അവിടെ എന്താ റിലേഷൻ വരുന്നത് എന്നുള്ളത് നോക്കാൻ പോവുക. അപ്പോൾ തന്നിരിക്കുന്നവരെ ഞാൻ എടുത്ത് എഴുതുന്നു. 5 15 5 15 45 113. അപ്പോൾ 5 എങ്ങനെ 15 ഇൻറ്റു 3 ചെയ്താൽ മതി. 15 × 3 45. പക്ഷെ 45 × 3 113 അല്ല. അപ്പോൾ ഇൻറ്റു 3 എന്ന് പറയുന്ന റൂൾ എനിക്ക് അവിടെ ഫോളോ ചെയ്യാൻ പറ്റില്ല. 5നോട് കൂടെ എന്ത് കൂട്ടിയാൽ അങ്ങോട്ടേക്ക് എത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ നോക്കിക്കേ, 10 കൂട്ടിയാൽ എനിക്ക് 15ലേക്ക് എത്താൻ പറ്റും. ആ 10നെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും? 2ന്റെ ക്യൂബ് + 2 എന്ന് എഴുതി കൂടെ എഴുതാം. പല രീതിയിൽ 10നെ എഴുതാൻ പറ്റും. 2ന്റെ ക്യൂബ് + 2 എന്ന് എഴുതിയാലും 2ന്റെ ക്യൂബ് 8 ആണ്. 8 + 2 10 ആണ്. 10 5 15 എന്ന് എനിക്ക് കിട്ടും അല്ലേ? അതേപോലെ 15 എങ്ങനെ 45 15നോട് കൂടെ എന്ത് കൂട്ടിയാൽ 45ലേക്ക് എനിക്ക് എത്താൻ പറ്റും? എന്ത് കൂട്ടിയാൽ മതി എനിക്ക്? 30 കൂട്ടിയാൽ മതി അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30നെ എങ്ങനെ എനിക്ക് എഴുതാം? 3ന്റെ ക്യൂബ് + 3 എന്ന് എഴുതി കൂടെ, ശരിയല്ലേ? 3ന്റെ ക്യൂബ് 27 ആണ്. 27 3 30 ആണ്. 30 15 കൂടി കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? 45 കിട്ടുന്നുണ്ട് അല്ലേ? കറക്റ്റ് ആണ്. അപ്പോൾ ഈ സംഭവം കിട്ടി എനിക്ക്. 45 എങ്ങനെ 113 ആയി എന്നുള്ളത് അടുത്തത് ചെക്ക് ചെയ്യാം. അപ്പോൾ 45 + 45നോട് കൂടെ എത്ര കൂട്ടണം നോക്കിക്കേ. 68 കൂട്ടിയാലല്ലേ എനിക്ക് 113ലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ 68 കൂട്ടണം. ഇവിടെയൊക്കെ ക്യൂബുകളാണ് വന്നേ. അപ്പോൾ 68നോട് തൊട്ടടുത്ത് കിടക്കുന്നത് ആരുടെ ക്യൂബാ? 4ന്റെ ക്യൂബ് 64 ആണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? 4ന്റെ ക്യൂബ് + 4 അല്ലേ? 4ന്റെ ക്യൂബ് എത്രയാ? 64 ആണ്. 64 + 4 68 ആണ്. 68 45 കൂട്ടുമ്പോൾ എനിക്ക് 113 കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് റൂള് മനസ്സിലായി. എന്താ? തൊട്ട് മുൻപിലുള്ള നമ്പർ അതിനോട് കൂടെ ആദ്യം 2ന്റെ ക്യൂബ് + 2 ചെയ്തു, പിന്നെ 3ന്റെ ക്യൂബ് + 3 ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? 4ന്റെ ക്യൂബ് + 4 ചെയ്തു. അടുത്തത് എന്തായിരിക്കും? 113 + 5ന്റെ ക്യൂബ് + 5 ആയിരിക്കും അടുത്ത പെയർ വരുന്നത്. നമ്മളോട് നെക്സ്റ്റ് പെയർ അല്ല ചോദിച്ചത്, നമ്മളോട് തൊട്ട് മുൻപിലുള്ള പെയറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നോക്കിക്കേ 2 3 4 5. അപ്പോൾ മുകളിലുള്ളത് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? ഈ 5നോട് തൊട്ട് മുൻപിലുണ്ടായിരുന്ന നമ്പർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1ന്റെ ക്യൂബ് + 1 + 1 എത്രയായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? കറക്റ്റ് 3 ആയിരിക്കും നമുക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി 3 ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക അല്ലേ? ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് പോയാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ ശരിയല്ലേ? 1ന്റെ ക്യൂബ് + 1 + 1 ചെയ്യുമ്പോൾ നമുക്ക് 1ന്റെ ക്യൂബ് + 1 ചെയ്യുമ്പോൾ ആൻസർ 3. ഓപ്ഷൻ സി 3 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക അല്ല, 3 ആയിരിക്കും വരുന്നുണ്ടാവുക. 3 5 15 45 113 എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സീരീസ് ആയിരുന്നു അത്. മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഡിഫറെൻ്റ് ആയി കിടക്കുന്ന പെയറിനെ കണ്ടുപിടിക്കണം. ബാക്കിയെല്ലാം ഒരേ ഒരു റൂളിലാണ് നിൽക്കുന്നത്. ഒരെണ്ണം മാത്രം ഡിഫറെൻ്റാണ്. എന്തായിരിക്കും വരുന്നുണ്ടാവുക നോക്കിക്കേ. 13 29 18 49 7 37 23 52. 2 പെയറുകളായിട്ടാണ് വന്നിരിക്കുന്നത്. പലതരത്തിൽ നമുക്ക് ചിന്തിച്ച് പോകാൻ പറ്റും. 13 × 2 26 ആണ്. 26 + 3 29 ആണ് അല്ലേ? അതേപോലെ 7
ഇരട്ടി അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ചു പോകാം. പക്ഷെ അതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ തുകകൾ നോക്കിക്കേ നിങ്ങൾ. ഇപ്പോൾ ഞാൻ സപ്പോസ് ഇവർ രണ്ടുപേരും തമ്മിൽ കൂട്ടുകയാണെന്ന് വിചാരിച്ചോ, 13 29 കൂടി ഞാൻ കൂട്ടുന്ന സമയത്ത് എനിക്ക് എത്രയാണെന്ന് ആൻസർ കിട്ടും? 42 എനിക്ക് ആൻസർ കിട്ടും. ഇവിടെ എത്രയാണെന്ന് വരും? 67 എനിക്ക് ആൻസർ. 18 + 49 67 കിട്ടി. 7 + 37 44 എനിക്ക് ആൻസർ കിട്ടി. ഇവിടെ എത്രയാണെന്ന് വന്നു? 75 എനിക്ക് ആൻസർ വന്നു. തുകകൾ ഞാൻ എടുത്തപ്പോൾ എനിക്ക് 75 കിട്ടി. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കിക്കേ. ഞാൻ എന്താ ചെയ്തേ? ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ വെറുതെ അവരുടെ സം എടുത്തു, തുക എടുത്തിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് എഴുതി വെച്ചു. അപ്പോൾ 42 67 44 75. അപ്പോൾ ഇതിലെനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലെ ഒരു നമ്പർ കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടുപിടിക്കലാണല്ലോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഓഡ് വൺ ഔട്ട്. അപ്പോൾ ഇതിലെ ഒരു ഓപ്ഷൻ ഒഴികെ ബാക്കി എല്ലാ ഓപ്ഷനും എങ്ങനത്തെ നമ്പറുകളാ? അവര് സാധാരണ നമ്പറുകൾ, അതായത് ഒന്നിൽ കൂടുതൽ ഫാക്ടർ. ഇതിൽ ഒരു നമ്പർ മാത്രം പ്രൈം നമ്പർ ആണ്. അതാണ് നമുക്ക് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഒരു നമ്പർ മാത്രം പ്രൈം നമ്പർ ആണ്. ബാക്കി നമ്പറുകൾക്ക് എങ്ങനെയാ? ബാക്കിയുള്ള നമ്പറുകൾക്ക് ആ നമ്പറും ഒന്നും കൂടാതെ ബാക്കി മറ്റു പല നമ്പേഴ്സും അതിന്റെ ഫാക്ടറുകളായിട്ട് വരുന്നുണ്ട് അല്ലെ. 42 എന്ന് പറയുമ്പോൾ 2 ഉണ്ട് അല്ലെ, 6 ഉണ്ട്, 7 ഉണ്ട്, എല്ലാം വരുന്നുണ്ട് അതിന്റെ ഫാക്ടറുകളായിട്ട്. അതേപോലെ 67 എന്ന് പറയുന്നത് എന്താ? അതൊരു പ്രൈം നമ്പർ ആണ്. 67 എന്ത് നമ്പറാ? അത് പ്രൈം നമ്പർ ആണ്. അതുകൂടാതെ 44 എന്ന് പറയുമ്പോൾ 4ന്റെ ടേബിളിൽ വരും, 2ന്റെ ടേബിളിൽ വരും, 11ന്റെ ടേബിളിൽ വരും അല്ലേ. അപ്പോൾ 44. 75 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 15 × 5 ആണ്. അപ്പോൾ 5ന്റെ ടേബിളിലുണ്ട്, 3ന്റെ ടേബിളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ? സാധാരണ നമ്പർ. ഇതിൽ 67 മാത്രം എന്ത് നമ്പറാ? പ്രൈം നമ്പർ ആണ്. സോ അതുകൊണ്ട് കൂട്ടത്തിൽ പെടാതെ കിടക്കുന്ന പെയർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ 1 to 100 വരുന്ന 25 പ്രൈം നമ്പേഴ്സ്, 1 to 50 വരുന്ന 15 പ്രൈം നമ്പേഴ്സ് കാണാതെ നിങ്ങൾ പഠിച്ചിരിക്കണം. മാത്സിലാണെങ്കിലും റീസണിങ്ങിലാണെങ്കിലും ഒക്കെ അത് ഒത്തിരി അധികം ഉപകാരമായിട്ട് നമുക്ക് വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. കോഡിംഗ് ഡീകോഡിങ്ങിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ലോ MPTX അല്ലേ. പ്രോസ് ചെയ്യുന്നവർ ഞാൻ പറയുന്നുണ്ട് സ്ലോ എന്ന് പറയുന്ന വാക്ക് MPTX എന്നാണ് അത് കോഡ് ചെയ്ത് തന്നിരിക്കണം അല്ലേ. സ്ലോ MPTX. അപ്പോൾ എങ്ങനെയാണ് സ്ലോ MPTX ആവുന്നത് നമുക്ക് നോക്കാം. സ്ലോ എന്ന് പറയുന്ന വാക്കിലെ ഓരോ ലെറ്ററുകളെയും നിങ്ങൾ ആൽഫബറ്റുകളിൽ ആദ്യം കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതണം ആദ്യം. അതായത് ABCD എഴുതുമ്പോൾ ഫസ്റ്റ് വരുന്നതിനൊക്കെ ആദ്യം. അപ്പോൾ SLOW ഇതിൽ ആരാ ആദ്യം വരുന്നത്? അത് L ആണ് അല്ലേ. L ആണ്. അതിനുശേഷം വരുന്നത് ആരാ? O ആണ്. ശേഷം S വരും, അതിനുശേഷം W വരും അല്ലെ. ഈ ടേബിൾ പ്രകാരം ആദ്യം വരുന്നത് LOSW. അപ്പോൾ ഞാൻ ആൽഫബറ്റുകളുടെ ആ ഒരു ഓർഡർ അനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? അതിനെ ആദ്യം അറേഞ്ച് ചെയ്ത് എഴുതി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? അതിനോട് എല്ലാത്തിനോടും +1 ചെയ്യുന്നു. ശരിയല്ലേ? അപ്പോൾ എൻ്റെ കോഡ് കിട്ടിയില്ലേ? L+1 M, O+1 P അല്ലേ, S+1 T, W+1 X. അപ്പോൾ അങ്ങനെയാണ് അവർ കോഡ് ചെയ്തിരിക്കുന്നത്. എന്താ? തന്നിരിക്കുന്ന വാക്കിലെ ലെറ്ററുകളെ ആൽഫബറ്റുകളിൽ ആദ്യം കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് അതിനുശേഷം എന്ത് ചെയ്തു? ആ പൊസിഷനോട് കൂടെ 1 ഫ്രണ്ടിലേക്ക് കൂട്ടി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അതിൻ്റെ റെസ്പെക്റ്റീവ് കോഡ് കിട്ടി. അപ്പോൾ അതേപോലെ കോട്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ കോഡ് എനിക്ക് കണ്ടുപിടിക്കാം അല്ലേ. അതേപോലെ നമുക്ക് കോട്ട് എന്ന് പറയുന്ന വാക്കൊന്ന് എഴുതി നോക്കാം. CAUGHT. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിലെ ആൽഫബറ്റിൽ ആദ്യം കാണുന്ന ലെറ്ററുകളെ ഫസ്റ്റ് എഴുതണം. ആരായിരിക്കും ആദ്യം വരുന്നുണ്ടാവുക? A വരും. അതിനുശേഷം ആര് വരും? C വരും. ശേഷം G വരും, H വരും, T വരും, U വരും. ഇനി എന്ത് ചെയ്യണം? +1 ചെയ്യണം എല്ലാത്തിനോടും കൂടെ. A+1 എത്രയാ? B ആണ്. C D ആവും, G H ആവും, H I ആവും, T U ആവും, U V ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ എൻ്റെ കോഡ് എന്ന് പറയുന്നത്? BDHIUV. BDHIUV. ഓപ്ഷൻ എ BDHIUV ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആൽഫബറ്റിൻ്റെ ആ ഒരു ഓർഡർ അനുസരിച്ച് എഴുതുക, +1 ചെയ്യുക. എളുപ്പമുള്ളൊരു കോഡാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ക്വാണ്ട് ബേസ്ഡ് പോലെയുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരു ഫാം, അവിടെ 48 ഡക്കുകളുണ്ട്, 42 ഗോട്ടുണ്ട്, 10 കൗവാണ്. ക്രൗ എന്ന് വായിക്കരുത്, തെറ്റും. കൗവാണ്, പശു. പിന്നെ ആരുണ്ട്? അവരൊക്കെ നോക്കാൻ വേണ്ടി കുറച്ച് അറ്റൻഡൻസ് ഉണ്ട്. അറ്റൻഡൻസ് മീൻസിലേക്ക് നമ്മളെ പോലെ മനുഷ്യർ. അപ്പോൾ അതിൻ്റെ കൗണ്ട് എനിക്കറിയില്ല, അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് അറ്റൻഡൻസ് ഓൺ ദി ഫാം? ഫാമിലുള്ള അറ്റൻഡൻസുകളുടെ എണ്ണം എത്ര പേരുണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതിൽ അവരുടെ തലകളുടെ എണ്ണം, ഹെഡ് കൗണ്ടും ഫീറ്റ് കൗണ്ടും തന്നിട്ടുണ്ട് അല്ലേ. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീറ്റ് ഈസ് 216 മോർ ദാൻ നമ്പർ ഓഫ് ഹെഡ്സ്. ഹെഡിനേക്കാളും 216 കൂടുതലാണ് എന്തെന്ന് പറയുന്നത്? ഫീറ്റുകളുടെ, കാലുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര അറ്റൻഡൻസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ചെയ്തു തുടങ്ങാം നമുക്ക്. പോസ് ചെയ്യുക അല്ലാത്തവർ. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താ? 48 ഡക്ക് ഉണ്ട്. ആരൊക്കെയുള്ള? ഡക്ക് ഉണ്ട്, ശേഷം ആരുണ്ട്? ഗോട്ടുണ്ട്, ശേഷം കൗവുണ്ട്, ശേഷം കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ, അറ്റൻഡൻസ് ഉണ്ട്. അത് ആരാന്നുള്ളത്, എത്ര പേരുണ്ടെന്നുള്ളതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡക്ക് എത്ര പേരുണ്ട്? 48 ഡക്ക് ഉണ്ട്, 48 പേരുണ്ട്. അപ്പോൾ ഞാൻ സപ്പോസ് ഫീറ്റ്, എത്ര കാലുകൾ ഉണ്ടെന്നുള്ള ഫീറ്റ് കൗണ്ട് എഴുതുകയാണെന്ന് വിചാരിച്ചോ. ഫീറ്റ് കൗണ്ട് എഴുതാൻ പോവാ. അപ്പോൾ 48 ഡക്ക് ഉണ്ട്. ഒരു ഡക്കിന് 2 കാലല്ലേ ഉള്ളത്. അപ്പോൾ 48 പേർക്ക് എത്ര കാലുണ്ടാവും? 48 × 2 96 അല്ലേ. 96
എങ്ങനെ ചെയ്ത് ഞാൻ ഒരു ഡക്കിന് 2 കാലം, അപ്പം 48 ഡക്ക് എന്ന് പറയുമ്പോൾ 48 × 2 96 അല്ലെ, 48 × 2 ചെയ്തു. അതേപോലെ ഗോട്ട് ആട് 4 കാലുകളുണ്ട്. എത്ര എണ്ണം ഉണ്ട്, എത്ര ഗോട്ട് ഉണ്ടെന്നാ പറഞ്ഞത്? 42 ഗോട്ടുകൾ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ എത്ര കാലുകൾ ഉണ്ടാവും? 42 × 4 168 കാല് അവിടെ ടോട്ടലായിട്ട് ഉണ്ടാവും. പിന്നെ ആരല്ലേ? പശുവിന് 4 കാലുണ്ട്, 10 പശു ഉണ്ട് അല്ലേ. അപ്പോൾ 10 × 4 40 കാലുകൾ ടോട്ടലായിട്ടുണ്ട്. ആളുകളുടെ എണ്ണം എനിക്കറിയില്ല, സോ ഞാൻ എക്സ് ആക്കി എടുക്കുന്നു. സപ്പോസ് എക്സ് ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു മനുഷ്യന് 2 കാലിലേ ഉള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ എക്സ് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര കാലുകളായി? 2 × എക്സ്. ഒരാൾക്ക് 2 ആണ്, എക്സ് ആളുകൾ ഉണ്ടെങ്കിൽ ടോട്ടൽ കാല് എത്ര? 2x അല്ലേ. അപ്പോൾ അവിടെ 2x. അപ്പോൾ എന്ത് കിട്ടി എനിക്കിനി? ടോട്ടൽ ഇപ്പോൾ ഓരോരുത്തരുടെയും കാലുകളുടെ എണ്ണം ഞാൻ സെപ്പറേറ്റ് എഴുതി വെച്ചു. ടോട്ടൽ ഫീറ്റ് എത്രയാ? ടോട്ടൽ ഫീറ്റ് എത്രയായിരിക്കും? ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുന്നതായിരിക്കും. 96 + 168 + 40 + 2x എത്രയാന്ന് വരും? 14 4 ശരിയല്ലേ? 304 + 2x എന്ന് ടോട്ടൽ ഫീറ്റ് കൗണ്ട് കിട്ടി എനിക്ക്. 304 + 2x ആയിരിക്കും ടോട്ടൽ കാലുകളുടെ എണ്ണം. ഇനി ടോട്ടൽ തലകളുടെ എണ്ണം, ഹെഡ് കൗണ്ട് എത്രയായിരിക്കും? ഹെഡ് കൗണ്ട് നോക്കാം നമുക്ക്. ഹെഡ് കൗണ്ട്, അപ്പോൾ ഹെഡ് കൗണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു തലയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ ടോട്ടൽ എണ്ണം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഡക്ക് എത്ര പേരുണ്ട്? 48 പേരുണ്ട്. ആട് എത്ര പേരുണ്ട്? 42 പേരുണ്ട്. പശു 10 എണ്ണം ഉണ്ട്. ആൾക്കാർ എത്ര എണ്ണം ഉണ്ട്? എക്സ് എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ അത് എക്സ്. അപ്പോൾ ഇത്രയും തലകൾ അവിടെ ഉണ്ടായിരിക്കും, തലകൾ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്ക് എത്രയാന്ന് വന്നു? 100 അല്ലേ. 100 + x. ടോട്ടൽ തലകളുടെ എണ്ണം 100. എത്ര പേരുണ്ടോ എല്ലാവർക്കും ഓരോരോ തലകൾ. 48 ഡക്ക്, 42 ഗോട്ട്, 10 പശു, എക്സ് ആൾക്കാർ അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയായി? 100 + x തലകളായി. ഇനി ഇവിടെ നമുക്കൊരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ കാലുകളുടെ എണ്ണം എന്ന് പറയുന്നത് തലകളുടെ എണ്ണത്തെക്കാളും 216 കൂടുതലാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഫോർമുല അല്ലേ. എന്താ? ടോട്ടൽ കാലുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ടോട്ടൽ കാലുകളുടെ എണ്ണം എത്രയാ? 304 + 2x. അപ്പോൾ 304 + 2x എന്ന് പറയുന്നത് ഹെഡ് കൗണ്ടിനേക്കാൾ 216 കൂടുതലാണെന്ന് പറയുമ്പോൾ എത്രയാ? ഹെഡ് കൗണ്ട് 100 + x ആണ്. 100 + x-നേക്കാളും 216 കൂടുതൽ. അപ്പോൾ +216. ഇനി ഇത് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് കണ്ടുപിടിക്കാം. എക്സ് ആണല്ലോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, അറ്റൻഡന്റുകളുടെ എണ്ണം അല്ലേ. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്രയാന്ന് വരും? 2x ഇങ്ങോട്ട് വരുമ്പോൾ x ആയി. = ഇവിടെ 316. 316-ൽ നിന്ന് 304 കുറയ്ക്കുമ്പോൾ എത്രയാന്ന് വന്നു? 316 - 304 12. അപ്പോൾ എത്ര അറ്റൻഡൻസ് ഉണ്ടാവും അവിടെ? 12 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 12 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ടോട്ടൽ ഫീറ്റുകളുടെ എണ്ണം കണ്ടുപിടിച്ചു, ടോട്ടൽ ഹെഡ് കൗണ്ട് കണ്ടുപിടിച്ചു. അവരൊരു റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 216 കൂടുതലാണ്. ഫീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഹെഡ് കൗണ്ടിനേക്കാളും 216 കൂടുതലാണ്. ഞാൻ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇത് നോട്ട് ചെയ്തെടുക്കുക. ഇത് നല്ലൊരു ക്വസ്റ്റിനാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്ഷനിലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, വലിയൊരു ക്വസ്റ്റ്യൻ ആണത്. ചെയ്ത് തുടങ്ങാം നമുക്ക്. നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ താഴത്ത് ഞാൻ വരയ്ക്കുന്നുണ്ട്. റിങ്കി എങ്ങോട്ട് പോവാ? ആദ്യം നോർത്തും സൗത്തും ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒന്ന് വെച്ചേക്കുക തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓരോരോ സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് പോകാൻ തുടങ്ങാം. അപ്പോൾ റിങ്കി വാക്ക്ഡ് 70 മീറ്റർ ടുവേർഡ്സ് ദി ഈസ്റ്റ് ഫ്രം ഹെർ ഹൗസ്. അപ്പോൾ ഹൗസിനെ നിങ്ങൾ എവിടെയെങ്കിലും വരയ്ക്കുക. സപ്പോസ് ഇവിടെയാണ് പുള്ളിയുടെ ഹൗസ് എന്ന് വിചാരിക്കുക. എച്ച് എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഹൗസ് എന്ത് ചെയ്തു? ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലേക്ക് 70 മീറ്റർ പോയി. അപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് 70 മീറ്റർ പോയി. അതിനുശേഷം എന്ത് ചെയ്തു? ആൻഡ് ദെൻ ടുക്ക് എ റൈറ്റ് ടേൺ ആൻഡ് വാക്ക്ഡ് 50 മീറ്റർ ടു റീച്ച് ദി പോസ്റ്റ് ഓഫീസ്. റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് 50 മീറ്റർ നടന്നപ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തി. അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ റൈറ്റിലേക്ക് തിരിയാന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 50 മീറ്റർ പോയപ്പോൾ എവിടെ എത്തി? പോസ്റ്റ് ഓഫീസിലേക്ക് എത്തി. 50 മീറ്റർ. പി എന്ന് ഞാൻ കൊടുത്തു മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ശേഷം എന്താ പറയുന്നത്? ഫ്രം ദർ ഷീ ടുക്ക് എ റൈറ്റ് ടേൺ ആൻഡ് വാക്ക്ഡ് 150 മീറ്റർ ടു റീച്ച് ദി മാർക്കറ്റ്. അവിടെ നിന്ന് എഗെയിൻ ഒരു റൈറ്റ് ടേൺ ചെയ്തിട്ട് എന്ത് ചെയ്തു? 150 മീറ്റർ നടന്നപ്പോൾ പുള്ളി എവിടെ എത്തി? മാർക്കറ്റിലെത്തി. അപ്പോൾ ഇവിടെ നിന്നും റൈറ്റ് ടേൺ ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 150 മീറ്റർ അല്ലേ. 150 ഇത് 70 മീറ്റർ അല്ലേ ഇവിടം വരെ. അപ്പോൾ 150 എന്ന് പറയുമ്പോൾ അതിനേക്കാളും എക്സീഡ് ചെയ്ത് പോകും അല്ലേ. 150 മീറ്റർ നടന്നപ്പോൾ എവിടെ എത്തി? മാർക്കറ്റ്, എം എത്തി. മാർക്കറ്റ് ഞാൻ എം എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് എന്താ ചെയ്യുന്നത്? മാർക്കറ്റിൽ നിന്നും ഫ്രം വേർ ഷീ ടുക്ക് എ ലെഫ്റ്റ് ടേൺ ആൻഡ് വാക്ക്ഡ് ഫ്യൂ മീറ്റേഴ്സ് ടു റീച്ച് ദി സ്കൂൾ. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ടേൺ ചെയ്യാണ്, ഇടത് തിരിയാണ്. ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ്? വെസ്റ്റ് ഡയറക്ഷനാണ്. വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്. കുറച്ച് ദൂരം നടന്നപ്പോൾ സ്കൂൾ എത്തിയെന്നേ പറഞ്ഞുള്ളൂ. എത്ര ഡിസ്റ്റൻസ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. കുറച്ച് ദൂരം നടന്നപ്പോൾ സ്കൂൾ എത്തി. അപ്പോൾ ഞാൻ അതങ്ങനെ മാർക്ക് ചെയ്തു, എസ് എന്ന് ഞാൻ കൊടുത്തു. ഇനി എന്താ പറയുന്നത്? ഇഫ് ദി എയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി റിങ്കീസ് ഹൗസ് ആൻഡ് ദി സ്കൂൾ ഇസ് 170 മീറ്റർ. എത്രയാണ്? 170 മീറ്റർ എന്ന് പറയുന്നത് എന്താ? റിങ്കിയുടെ വീടും ആ സ്കൂളും തമ്മിലുള്ള എയർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ്. അപ്പോൾ
ആ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? 170 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതാ ആ ഡിസ്റ്റൻസ്? 170 മീറ്റർ എന്ന് പറയുന്നത് എന്താ? ഹൗസും സ്കൂളും. അപ്പോൾ ഇതാണ് സ്കൂള്, ഇവിടെയാണ് ഹൗസ്. ഇവർ തമ്മിലുള്ള എയർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഞാൻ വരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ആയിരിക്കും 170 മീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് ആയിരിക്കും 170 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദി എയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മാർക്കറ്റ് ആൻഡ് സ്കൂൾ? മാർക്കറ്റും സ്കൂളും തമ്മിലുള്ളത് ഈ സംഭവം എത്രയാണെന്നുള്ളതാണ്. MS എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് സ്ട്രൈറ്റ് ലൈൻ ആണോ? ഞാൻ വരച്ചപ്പോൾ അങ്ങോട്ട് ചെരിഞ്ഞു പോയതാണ്. ഇതെങ്ങനെ വരും? ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് ഇതല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ എന്നോട് ചോദിച്ചിരിക്കുന്നത്? മാർക്കറ്റും സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിളിനെ വരയ്ക്കാൻ നോക്കുന്നു. ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിളിൽ ഞാൻ വരയ്ക്കുന്നു. ഈ പോയിന്റിന് നിങ്ങൾ എന്തെങ്കിലും ഒരു പോയിന്റ് കൊടുക്കുക. ഞാൻ O എന്ന് പറയുന്ന പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? സ്ട്രൈറ്റ് ലൈൻ അല്ലേ? 90 ഡിഗ്രി ആണ്. ഇതിന്റെ ഹൈപ്പോട്ടിനസ് എനിക്ക് അറിയാം 170 മീറ്റർ ആണെന്നുള്ളത്. ഏതാണ് ഞാൻ ട്രയാങ്കിൾ പറയുന്നത്? ട്രയാങ്കിൾ OHS. അതിലെ ആരാണ്? SH എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടിനസ്. അതിന്റെ ലെങ്ത് എനിക്കറിയാം 170 മീറ്റർ ആണെന്നുള്ളത്. ഇനി വേറെ ഏതെങ്കിലും ഡിസ്റ്റൻസ് അറിയാൻ നോക്കിക്കേ. ഈ ഡിസ്റ്റൻസ് എനിക്ക് കണ്ടുപിടിച്ചൂടെ? OH എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? നോക്കിയേ, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 150 മീറ്റർ ആണ്. അതിൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? 70 മീറ്റർ ആണ് അല്ലേ? ടോട്ടൽ 150 മീറ്റർ ആണ്. ഇവിടെ തൊട്ടിട്ട് അവിടം വരെ 150 മീറ്റർ ആണ്. അതിൽ ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എത്രയാ? 70 മീറ്റർ ആണ്. സോ ഇവിടെ നിന്ന് അവിടം വരെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? മൈനസ് ചെയ്താൽ മതി. 150 മൈനസ് 70, 150 മൈനസ് 70, 80 മീറ്റർ എന്ന് എനിക്ക് ആൻസർ കിട്ടി. 80 മീറ്റർ. അപ്പോൾ ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഇത് രണ്ട് സൈഡുകൾ എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇത് 80 മീറ്റർ ആണ്, ഹൈപ്പോട്ടിനസ് 170 മീറ്റർ ആണ്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? OS എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? OS is equal to, അല്ലെങ്കിൽ OSന്റെ സ്ക്വയർ is equal to 170 സ്ക്വയർ മൈനസ് 80 സ്ക്വയർ. എത്ര നേരം? 289 മൈനസ് 64, 225 അല്ലേ? അപ്പോൾ 225, 00. അങ്ങനെയാണെങ്കിൽ OSന്റെ ഡിസ്റ്റൻസ് എത്ര വരും? ഇതിന്റെ റൂട്ട് എടുക്കുന്ന സമയത്ത് 150 മീറ്റർ എന്ന് എനിക്ക് ആൻസർ കിട്ടും. 150 മീറ്റർ അല്ലേ? ട്രിപ്ലെറ്റ്സ് അല്ലേ അവര്? പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ OS ഈ ടോട്ടൽ ലെങ്ത് എനിക്ക് എത്രയാണെന്ന് കിട്ടി? 150 മീറ്റർ എന്ന് കിട്ടി. ക്വസ്റ്റ്യനിൽ ടോട്ടൽ ലെങ്ത് അല്ല ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താ? ഈ മാർക്കറ്റും സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൊത്തം ഡിസ്റ്റൻസിൽ നിന്ന് ഞാൻ എന്ത് മൈനസ് ചെയ്യേണ്ടി വരും? ഈ കിടക്കുന്ന OM എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൈനസ് ചെയ്യേണ്ടി വരും. ആ ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് ആണെന്ന് എനിക്ക് അറിയാലോ. ഇവിടുത്തെ ഈ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലേ ഇത് 50 മീറ്റർ ആണ്. അപ്പോൾ നോക്കിക്കേ, OM എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ഇത് മൊത്തം 150 മീറ്റർ ആണ്. അപ്പോൾ ഈ താഴത്ത് കിടക്കുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? മൊത്തത്തിൽ നിന്ന് 150 നിന്നും ഈ കിടക്കുന്ന 50 മീറ്റർ കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എത്രയാ അത്? 100 മീറ്റർ അല്ലേ? 150 മൈനസ് 50, 100 മീറ്റർ. ഏത് ഓപ്ഷൻ ആയിരിക്കും ശരി? കറക്റ്റ് ഓപ്ഷൻ B, 100 മീറ്റർ ആയിരിക്കും കറക്റ്റ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഗ്രാഫ് വരുന്നുണ്ടാവുക. ഇതെല്ലാം സ്ട്രൈറ്റ് ലൈനുകളാണ്. സ്ട്രൈറ്റ് ആയിട്ട് നിങ്ങൾ വരയ്ക്കുക, അടയാളപ്പെടുത്തുക, നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ആ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, മൈനസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. പോസ് ചെയ്യുക. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 7 പേരുണ്ട് അല്ലേ? 7 പേരുണ്ട്. ചെയ്തു തുടങ്ങാം. അപ്പോൾ 7 പേരുണ്ടല്ലോ. 1, 2, 3, 4, 5, 6, 7. എങ്ങോട്ട് ഫേസിങ്? എല്ലാവരും ഒരു സിനിമ ഹാളിൽ കയറിയിട്ട് എല്ലാവരും ഒരു നിരയിൽ ഇരിക്കുകയാണ്. എല്ലാവരും സ്ക്രീനിൽ നോക്കിയിട്ട് ഇരിക്കുന്നത്. അതായത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ഈസ്റ്റ് ഡയറക്ഷൻ ഫേസ് ചെയ്തിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാ ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്? ഈ ഡയറക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു വലിയൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുകയോ അല്ലെങ്കിൽ 7 പോയിന്റുകൾ മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്പർ കൊടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ 1, 2, 3, 4, 5, 6, 7 പേരെ ഞാനിങ്ങനെ എഴുതുന്നുണ്ട്. ഡോട്ട് ഇടുകയോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി എന്താ ചെയ്യുന്നത്? 7 പേരെ എനിക്ക് ഇനി പ്ലേസ് ചെയ്യാൻ തുടങ്ങണം അല്ലേ? അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നു. സപ്ന ഈസ് അറ്റ് ദി എക്സ്ട്രീം എൻഡ് അല്ലേ? ഏതോ ഒരു അറ്റത്താണ്. ഒന്നുകിൽ ഈ അറ്റം അല്ലെങ്കിൽ ആ അറ്റം. ഏതോ ഒരു അറ്റത്താണ് ആരിയിരിക്കുന്നത്? സപ്ന ഇരിക്കുന്നത്. അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ഒരു പോസിബിലിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സപ്ന ഞാൻ ഇവിടെ കൊണ്ടേ ഇരുത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹെർ ഇമ്മീഡിയറ്റ് നെയ്ബർ ഈസ് മേഘൻ. മേഘനാണ് പുള്ളിക്കാരിയുടെ തൊട്ടടുത്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് നെയ്ബർ എന്ന് പറയുമ്പോൾ ഇതിൽ ഈ ഒരു അറ്റത്തിരിക്കുമ്പോൾ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആരാണ്? മേഘനാണെന്ന് എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? ജെന്നി ഈസ് ഓൺ ദി റൈറ്റ് ഓഫ് മേഘൻ. അപ്പോൾ ശരിയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എങ്ങനെ എനിക്ക് മനസ്സിലായത് നോക്കിക്കേ. ഞാൻ സപ്നയെ ഇവിടെ ഇരുത്തി, എനിക്ക് ഇവിടെയും ഇരുത്താമായിരുന്നു. ഇവിടെ ഇരുത്തിയത് കൊണ്ട് തൊട്ടടുത്ത് മേഘനെ ഇരുത്തി. മേഘന്റെ റൈറ്റ് സൈഡിലാണ് ആരിയ്ക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? ജെന്നി ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് സപ്നയെ ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ മേഘൻ ഇവിടെ വന്നു. മേഘന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ സൈഡാണ്. അവിടെ ഒരിക്കലും ആര് വരില്ല? ജെന്നി വരില്ല. അപ്പോൾ ഇത് തന്നെയാണ് കറക്റ്റ് ഓർഡർ എന്ന് എനിക്ക് മനസ്സിലായി. റൈറ്റ് സൈഡ് എന്നേ പറഞ്ഞുള്ളൂ, ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആരെ ഇരുത്താൻ പറ്റില്ല? ജെന്നി എനിക്ക് ഇപ്പം ഇരുത്താൻ പറ്റില്ല. ആ
സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ വെക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുന്നു. ഭാവന ഹാസ് മേഘൻ ആൻഡ് ഫർഹദ് ഓൺ ഈച്ച് സൈഡ്. ഭാവന ആരുടെയൊക്കെ ഇടയിൽ ഇരിക്കുന്നത്? അടുത്ത് മേഘൻ ഉണ്ട്, തൊട്ടിപ്പുറത്ത് ആരുണ്ട്? ഫർഹദ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മേഘൻ ഓൾറെഡി ഉണ്ട്, അപ്പൊ ഫർഹദ് ഇവിടെ ആയിരിക്കും. മേഘന്റെയും ഫർഹദിന്റെയും ഇടയിൽ ആരായിരിക്കും? ഭാവനയായിരിക്കും. അപ്പൊ ഇത്രയും പേരെ ഞാൻ പ്ലേസ് ചെയ്തു അല്ലേ. ഇനി അടുത്തത് വായിച്ചു നോക്കിക്കേ. അൽക്ക ഈസ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ജെന്നി ഹു ഈസ് സിറ്റിംഗ് തേർഡ് ഫ്രം ദി സൗത്ത് എൻഡ്. സൗത്ത് എൻഡ് എന്ന് പറയുമ്പോൾ ഈ എൻഡ്. സൗത്ത് എൻഡിൽ നിന്നും മൂന്നാമതായിട്ടാണ് ആരിയ്ക്കുന്നത്? അൽക്ക ഇരിക്കുന്നത്, അല്ല ജെന്നി ഇരിക്കുന്നത് അല്ലേ, സോറി. ഹൂ ഈസ് എന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, അൽക്ക ഈസ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ജെന്നി. ജെന്നിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് അൽക്ക ഇരിക്കുന്നത്. ആൻഡ് ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ഫ്രം ദി സൗത്ത് എൻഡ്. അപ്പൊ ഈ ഹൂ ഈസ് എന്ന് പറയുന്നത് ആരും ഉദ്ദേശിക്കുന്നത്? ജെന്നിയാണ് ഉദ്ദേശിക്കുന്നത്. ജെന്നി എവിടെ ഇരിക്കുന്നത്? സൗത്ത് എൻഡിൽ നിന്ന് മൂന്നാമതായിട്ടാണ് ജെന്നി ഇരിക്കുന്നത്. ജെന്നിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരിയ്ക്കുന്നുണ്ട്? അൽക്ക ഇരിക്കുന്നുണ്ട്. ഇനി ഒരാളും കൂടി ഉള്ളൂ, അത് നമുക്ക് നോക്കി കഴിയുമ്പോൾ നവീൻ ആണെന്ന് മനസ്സിലാവും അല്ലെ. നവീനെ കൂടി എനിക്കിനി പ്ലേസ് ചെയ്യാനുള്ളൂ. സോ നവീൻ ആയിരിക്കും ഏറ്റവും താഴത്ത് ഇരിക്കുന്നുണ്ടാവുക. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ആരാണ് ജെന്നി ഈസ് സിറ്റിംഗ്? ജെന്നി ആരുടെയൊക്കെ ഇടയിലാണ് ഇരിക്കണേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ജെന്നി ആരുടെയൊക്കെ ഇടയിൽ ഇരിക്കുന്നത്? ഫർഹദിന്റെയും അൽക്കയുടെയും ഇടയിലായിട്ടാണ് ജെന്നി ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏത് ഓപ്ഷനാ? ഫർഹദ് ആൻഡ് അൽക്ക. ഓപ്ഷൻ സി, ഫർഹദ് ആൻഡ് അൽക്ക രണ്ടുപേരുടെ ഇടയിലായിട്ടാണ് ജെന്നി ഇരിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും. സപ്ന, മേഘൻ, ഭാവന, ഫർഹദ്, ജെന്നി, അൽക്ക, നവീൻ. അങ്ങനെ ആയിരിക്കും നമ്മുടെ അറേഞ്ച്മെന്റ് വരുന്നുണ്ടാവുക. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓഡ് വൺ ഔട്ടാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം. ഓക്കെ, എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഇതിപ്പോൾ വലിയ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഒന്നും ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കാണ്. 42, 72, 56, 63, 20, 42, 132, 182. അപ്പോൾ എന്താ 42, 72 രണ്ടും എന്താണ്? തന്നിരിക്കുന്ന രണ്ട് പേരും എന്ത് നമ്പേഴ്സാ? രണ്ടും ഈവൺ നമ്പേഴ്സ് ആണ് അല്ലേ. ഈവൺ നമ്പേഴ്സ് ആണ്. ഇവിടെ ഒരെണ്ണം ഈവൺ, മറ്റേതേതാ? ഓഡ് നമ്പറാണ്. മൂന്നാമത്തെ പേരല്ലോ 20, 42 രണ്ടും ഈവൺ നമ്പേഴ്സ് ആണ്. ഇവിടെ എന്ത് തന്നെയാണ്? രണ്ട് ഈവൺ നമ്പേഴ്സ്. അപ്പോൾ അത് തന്നെയുള്ള അവിടുത്തെ ലോജിക് എന്ന് പറയുന്നത് പേരുകളെല്ലാം ഈവൺ നമ്പറുകളാണ്, എക്സെപ്റ്റ് ഏത് ഓപ്ഷൻ? നമ്മുടെ ഓപ്ഷൻ നമ്പർ 2, ഓപ്ഷൻ ബി. സെക്കൻഡ് ഓപ്ഷൻ ഒഴികെ, സെക്കൻഡ് ഓപ്ഷനിൽ മാത്രം ഒരു നമ്പർ ഈവണും മറ്റത് ഓടും ആയിരുന്നു. ബാക്കി എല്ലാം 3 ഓപ്ഷനിൽ എന്തായിരുന്നു? എല്ലാം ഈവൺ നമ്പർ. അപ്പോൾ ഇവിടെ വലിയൊരു ലോജിക്കോ അല്ലെങ്കിൽ അങ്ങനെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഒന്നും ഇല്ല, എളുപ്പമുള്ളൊരു ലോജിക്കാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത 10 സെറ്റ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്ത സെഷനിൽ കാണാം. എല്ലാവരും വർക്കൗട്ട് ചെയ്യുക, ഡൗട്ടുകളുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.